ഹായ് ഓൾ. നിഫ്റ്റിയുടെ നാളത്തേക്കുള്ള ഇമ്പോർട്ടന്റ് ലെവൽസും ട്രേഡ് സെറ്റപ്പുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. നിങ്ങളുടെ അനാലിസിസും കാര്യങ്ങളും സ്ട്രാറ്റജീസ് കണക്ട് ചെയ്തിട്ട് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ട്രേഡിലേക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാ ദിവസവും ലൈവ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ, അതായത് നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് വേണ്ടി നമ്മൾ ആഴ്ചയിൽ 2 ദിവസം ഫ്രീ ആയിട്ട് നമ്മൾ ലൈവ് ട്രേഡിങ്, നമ്മൾ സൂമിലൂടെ നമ്മൾ എല്ലാ ദിവസവും ലൈവ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ആ ഒരു ലൈവ് ട്രേഡിംഗിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഒരു ട്രേഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലും ഓർഡർ ഫ്ലോയും അതുപോലെ തന്നെ പ്രൈസ് ആക്ഷനും കമ്പൈൻ ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പം ഇന്നത്തെ നമ്മുടെ ലൈവ് ട്രേഡിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ട്രേഡ് സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതായത് രാവിലെ തന്നെ മാർക്കറ്റിൽ ഇതിപ്പം നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്. രാവിലെ തന്നെ മാർക്കറ്റ് എ പീരീഡ് ഏറ്റവും ലോയിലെത്തി. അവിടെ നിന്നൊരു അതുപോലെ തന്നെ ബി പീരീഡ് വന്ന് ആ ഒരു എ ബി പൂർലോ ആ ഒരു കേസിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു ഏരിയയിലാണ് നമ്മുടെ ഓർഡർ ഫ്ലോ ചാർട്ടിൽ ഒരു റിവേഴ്സൽ പാറ്റേൺ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ആ ഒരു ലിമിറ്റ് ബൈ അതുപോലെ തന്നെ ഡെൽറ്റ ഡൈവർജൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു റിവേഴ്സൽ ട്രേഡ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 70-80 പോയിന്റോളം മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഒക്കെ ഇന്ന് പ്രോഫിറ്റിലാണ്. ഓക്കെ. അപ്പം നാളത്തേക്കുള്ള ലെവൽസിലേക്ക് പോവാണ്. ഞാൻ സ്പോട്ട് ചാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ഒരു അപ്ഡേറ്റ് അറിയിക്കാനുണ്ട്. ഇതിപ്പം നിഫ്റ്റിയുടെ ഒരു ഫ്യൂച്ചർ ചാർട്ടാണ് ഈ കാണുന്നത്. ഓക്കെ. അപ്പം നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു ഡേ ലോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ ദിവസം 2-1 സ്മാർട്ട് മണി എൻട്രി ചെയ്തൊരു പ്ലേസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പം ഈ ഒരു ലെവലിന് താഴെയായിട്ടൊരു നല്ല രീതിയിലൊരു മൂല്യം വന്നെങ്കിൽ മാത്രമേ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഇത് ഈ ലെവൽ താഴേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഒരു ചെറിയൊരു ഡൗൺ മൂവിനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം നമ്മളിത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡേ, അതായത് 31 ഡിസംബറിൽ ഇവിടെ നിഫ്റ്റിയിൽ ഒരു എ ബി പോർലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ലെവലില് ഓപ്ഷൻ അവിടെ ഫെയിൽ ആയ ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ വിത്തിൻ 5 ഡേയ്സിനുള്ളിൽ മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് റീവിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പം ഏകദേശം കറക്റ്റ് ഒരു ഇതിപ്പോ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഫോർത്ത് ഡേ, അപ്പൊ നാളെ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് റീവിസിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. അപ്പൊ അതായത് ഈ ഒരു ലെവല്, അതായത് ഇവിടെ ഒരു പി എസ് സി ഉണ്ട്, നിങ്ങൾ ഈ ലെവൽ നോട്ട് ചെയ്യുക. അതായത് ഫ്യൂച്ചർ ചാർട്ടാണ്. 26,300 താഴെയായിട്ട് നമുക്ക് മാർക്കറ്റിൽ ഒരു ഓപ്പണിംഗ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, താഴേക്ക് ഒരു ഡയറക്ഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതായത് 26,130 ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഇത് ഫ്യൂച്ചർ ചാർട്ടാണ്. ഏകദേശം ഒരു 179 പോയിന്റുകളും ഉണ്ട്. അപ്പം ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം നല്ല രീതിയിൽ മൂല്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ നിന്ന് ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലെവൽ വരെ ഹോൾഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതിനിടയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടവർക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സിംഗിൾ പ്രിന്റുകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ടാർഗറ്റ് എക്സിറ്റ് ചെയ്ത് കുറച്ച് ലോട്ട്സ് ഒക്കെ ഹാഫ് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യാം. അതായത് 26,200 ലെവലില് 195 ലെവലിൽ ഒരു സിംഗിൾ പ്രിന്റ് ഉണ്ട്. അതായത് സ്മാർട്ട് മണി മുകളിലോട്ട് പോയ സമയത്ത് ബൈ ചെയ്ത ഒരു ഏരിയ ആണ്. ഓക്കെ. അപ്പം ആ ഒരു ലെവലിൽ ടാർഗറ്റ് വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു ലെവലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ലോയിൽ, അതായത് 26,130 ലെവൽ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം നാളെ നിങ്ങൾ സ്പോട്ട് ചാർട്ട് നോക്കുന്ന ആളുകൾ ഫ്യൂച്ചർ ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. ഈ ഒരു ലെവലിൽ മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അവിടെ ഒരു റിവേഴ്സൽ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്താൽ മാത്രം നമ്മൾ ഒരു ട്രേഡ് സെറ്റപ്പിലേക്ക് പോകുന്നതായിരിക്കും. ഞാൻ ഡയറക്റ്റ്ലി ഇപ്പം സ്പോട്ട് ചാർട്ടിലേക്ക് വരാം. ഓക്കെ. നമ്മൾ സ്പോട്ട് ചാർട്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഹൈയുടെ മുകളിൽ മാത്രമേ നമ്മൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതായത് 26,375 മുകളിൽ മാത്രമേ നമ്മളൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 26,466 നമുക്ക് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ അതിന്റെ അപ്സൈഡിലേക്ക് നമുക്ക് 26,525 ലെവൽ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം ഡൗൺ സൈഡിലേക്ക് സ്പോട്ട് പ്രൈസിന്റെ ലെവൽസ് നമ്മൾ നോക്കുമ്പോൾ 26,184 ലെവല് ഒരു സപ്പോർട്ട് ലെവലാണ്. അത് ചെറിയൊരു ലെവലാണ്. അതുപോലെ തന്നെ
26,122 ലെവലിൽ ഒരു സപ്പോർട്ടാണ്. ഓക്കെ. അപ്പം ഈ ഒരു 184ന്റെ താഴെയായിട്ട് ആ, ഒരു ട്രേഡ് നമുക്ക് വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാം. കുറച്ചുകൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്, 26,120 ലെവലാണ്. ഓക്കെ. അപ്പം ബെസ്റ്റ് എന്ന് പറയുന്നത് നാളത്തെ ഒരു ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റിന്റെ ബിഹേവിയർ നോക്കുക. അപ്പം ഈ ഒരു 26,122ന്റെ താഴെ മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു 25,980, അതായത് നമ്മൾ ആ ഒരു മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിൽ പറഞ്ഞ ആ ഒരു ANB പീരീഡ്, അതായത് 31st ലോയാണ്. ആ ഒരു ലോ ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾ മാർക്കറ്റ് താഴേക്ക് പോകുന്ന സമയത്ത് ഫ്യൂച്ചർ ചാർട്ടിന്റെ ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ ഒരു ലെവലിൽ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ച് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി ചാൻസ് ഉണ്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് ലെവലാണ്. ഓക്കെ. നമ്മൾ ആ ഒരു ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത ലെവലാണ്. അതായത് 21st നിഫ്റ്റിയുടെ ആ ഒരു റിവേഴ്സൽ വന്ന ആ ഒരു ഏരിയ ആണ്. അപ്പൊ ഇവിടുന്ന് താഴേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ 25,970 ഏരിയ, അതുപോലെ തന്നെ 25,900 ലെവല് നെക്സ്റ്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ് 25,900 ടു 25,880 ലെവല്. ഈ ഒരു ലെവലിലേക്ക് അടുത്ത ഏതെങ്കിലും ദിവസം മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ലെവലിൽ നിന്ന് റിവേഴ്സ് ആയി മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അവിടെ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇതിന്റെ താഴേക്കുള്ള ലെവൽസിലേക്ക് നമ്മൾ പോകുന്നില്ല. ഓക്കെ. അപ്പൊ നമ്മള് ആ, okay. ഞാനിപ്പോ കാണിച്ച നിഫ്റ്റിയുടെ ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടാണ്. ഓക്കെ. അപ്പൊ നമ്മള് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈവ് ട്രേഡിംഗിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ സ്റ്റുഡൻസിനോടൊപ്പം നമ്മൾ ലൈവ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിന്റെ കോഴ്സ് മെന്റർഷിപ്പ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പുതിയ ബാച്ച് നമ്മൾ അടുത്ത മാസം, ഈ മാസം അവസാനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതായത് മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയുടെ 2 മന്ത്സിന്റെ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാമാണ്. നമ്മുടെ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോടൊപ്പം എല്ലാ ദിവസവും നിങ്ങൾക്ക് സൂമിലൂടെ ലൈവ് ട്രേഡിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്നുവരെ ട്രേഡ് ചെയ്യുന്നുണ്ടോ അന്ന് വരെ നിങ്ങൾക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മളോടൊപ്പം ആ ഒരു ട്രേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പം കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ കാണുന്നതിന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.